ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയ്ക്കടുത്തുള്ള തീക്കോയ് ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമായ മാർമല വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. ഇരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ തീക്കോയിൽ നിന്ന് ഇടത്തേക്ക് 7 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർമല വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ആൾക്കാർ കുളിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററുകൾ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർമല വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഈ വഴിയുടെ 2 സൈഡുകളിലും തീക്കോയ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗമായ റബ്ബർ എസ്റ്റേറ്റുകളാണ് മൊത്തം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി വരെ ഉയർന്ന മലനിരകൾ അരുവിയുടെ സമീപ പ്രദേശത്തുണ്ട്. 40 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വർഷകാലത്ത് ശക്തമായ ഒഴുക്കായത് കാരണം അരുവിയിലും വെള്ളച്ചാട്ടത്തിലും പ്രവേശിക്കാനാവില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് പാസ് എടുക്കേണ്ടതുണ്ട്. 30 രൂപയാണ് ഒരാൾക്കുള്ള പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പാസ് എടുത്ത് മാർമല അരുവിയിലേക്ക് പയ്യെ നടന്നു തുടങ്ങി. ഇവിടെ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാർമല അരുവിയിലെത്താം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അരുവി ഒഴുകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. അരുവി ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പിടിച്ച് നമുക്ക് സൂക്ഷ്മമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്താറുള്ള ഇല്ലിക്കൽ മലനിരകളും ഇല്ലിക്കൽ കല്ലും ഇതിനടുത്താണ്. തീക്കോയ് പഞ്ചായത്തിലെ മാർമലയിൽ നിന്ന് വരുന്ന മീനച്ചിലാറിൻ്റെ കൈവഴിയായ വഴിക്കടവാറിൻ്റെ ഭാഗമാണ് മാർമല അരുവി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് മാർമല അരുവി. ഏകദേശം 40 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇത് വന്ന് വീഴുന്ന ഭാഗത്ത് ഒരു കുളം പോലെയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെ കടത്തി വിടുകയില്ല, കാരണം വെള്ളം കൂടുതലുള്ള ടൈമാണ്. ഇവിടെ കയറിനൊക്കെ വലിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രോപ്പറായിട്ടൊരു ബൗണ്ടറി ഒന്നുമില്ല, കാരണം എല്ലാ വർഷവും തന്നെ നിരവധി അപകടങ്ങൾ നടക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടി ആയതുകൊണ്ട് അവിടെ ഒരു താൽക്കാലിക ബൗണ്ടറി ആയിട്ട് കുറച്ച് കയറൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ഒരിക്കലും പോകാൻ പാടില്ല, കാരണം പാറകളിലെല്ലാം വഴുക്കലുകളുണ്ട് ഇപ്പം, കാരണം മഴക്കാലം ആയതുകൊണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.